അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ധനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ധനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ധനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ധനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ കേരള കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വേദനയോടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഭയുടെ മഹത്വം, വിശ്വസ്തത, വിശുദ്ധി ഇവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. ഇതിൽ ഏറ്റവും വേദനാജനകമായി തോന്നുന്നത് സഭ അവളുടെ മക്കളാൽ തന്നെ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സഭയെ ആരുടെ കൈകളിലാണോ കാവലാളായി ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരുപക്ഷെ അവർ തന്നെയാവാം ഇനിയും ഏറെ കണ്ണീരുകൾ സമ്മാനിക്കുക. എന്നാൽ ആര് എന്തൊക്കെ എന്തിനു വേണ്ടി ചെയ്തു എന്നതിനെല്ലാം പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു സത്യമുണ്ട്. കർത്താവ് അറിയാതെയല്ല ഇതൊന്നും സംഭവിച്ചത്. നമ്മുടെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. 2 മക്കബായർ 8:18. എന്തുകൊണ്ട് ഇതെല്ലാം ദൈവം അനുവദിച്ചു? കർത്താവ് തൻ്റെ സഭയെ കൈവിട്ടോ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ കർത്താവ് കേരള സഭയെ കൂടുതലായി കരുതുകയും പരിപാലിക്കുകയുമാണ് ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വൈദികരും സിസ്റ്റേഴ്സും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും പരിഹാര പ്രവൃത്തികളിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന വ്യക്തികളുടെ അപചയങ്ങൾ ഈ ലോകം എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു? അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ സഭയെ ദുർബലമാക്കുവാനും ക്രിസ്തീയ വിശ്വാസത്തെ അപമാനിക്കുവാനും കച്ചവട താല്പര്യങ്ങൾക്കുമായി ഇപ്രകാരം ചില മാധ്യമങ്ങൾ കൂടി പ്രവർത്തിക്കുമ്പോൾ നാം അതിനെ എങ്ങനെ സമീപിക്കണം? ലോകം മുഴുവനും അധാർമികത വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ തിന്മകൾക്ക് പരിഹാരം ചെയ്യേണ്ടവളാണ് കർത്താവിൻ്റെ ശരീരമായ സഭ. അതിനാൽ ലോകം മുഴുവനും വേണ്ടി പാപത്തിൻ്റെ അപമാനഭാരവും ദുരിതവും ഏറ്റുവാങ്ങാൻ സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ സഭ എന്ന നിലയിൽ നാം സഹിക്കണം, പരിഹാരം ചെയ്യണം. അതേസമയം ഒരു സമുദായം എന്ന നിലയിൽ നമുക്കെതിരെ ഉയരുന്ന ചില അനീതികളുടെ ശക്തികൾക്കെതിരെ പ്രതികരിക്കുകയും വേണം. ലോകത്തിൽ നിന്ന് അംഗീകാരവും പുകഴ്ചയും ലഭിക്കുമ്പോൾ അതോടൊപ്പം ലോകത്തിൻ്റെ അരൂപിയും സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നത് നാം അറിയുന്നതേയില്ല. രാഷ്ട്രീയ ശക്തിയും സാമുദായിക ശേഷിയും സംഘടനാ വൈഭവവും എല്ലാം ദൈവത്തിലുള്ള ആശ്രയത്വം കുറയ്ക്കുവാനും ലോകം ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുമെന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. പ്രതാപകാലത്ത് കടന്നു വന്നിട്ടുള്ള താൻ പോരുമയും ലൗകിക താല്പര്യങ്ങളും പരിത്യജിക്കുവാൻ സഭ വിനീതമാക്കപ്പെടുന്ന പീഡനകാലം അനിവാര്യമാണ്. നിസ്സഹായതകൾ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടാൻ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ശരണപ്പെടുന്നവരെ ദൈവം ഒരിക്കലും കൈവെടിയില്ല. അവിടുന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കുമ്പോൾ നാം മറ്റുള്ളവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടതായി വരികയില്ല. മാനുഷിക ശക്തിയേക്കാൾ അധികമായി ദൈവിക ശക്തി കൊണ്ട് സഭാസമൂഹം നിറയുവാൻ ഒരു ശുദ്ധീകരണം ദൈവം നമുക്ക് ഈ കാലഘട്ടത്തിൽ നൽകുന്നു. ഇത് ശക്തീകരണത്തിനും മഹത്വീകരണത്തിനുമുള്ള ഒരുക്കപ്പെടൽ മാത്രമാണ്. അതിനാൽ നഷ്ടധൈര്യരാകാതെ ദൈവത്തിലേക്ക് നോക്കിയാൽ വരും കാലങ്ങളിൽ കൂടുതൽ മഹത്വമാർജിച്ച സഭയെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. സഭ തകർന്നു, വിശ്വാസം ക്ഷയിച്ചു, സഭയ്ക്കിനി ഭാവിയില്ല എന്നൊക്കെ എല്ലാവരും ചിന്തിച്ചിരുന്ന നിരവധി കാലഘട്ടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്ന്
ഇങ്ങനെയുള്ള മീഡിയകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയധികം പ്രചാരം അത്തരം കാര്യങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ സഭ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റു. എത്ര തകർന്നുവെന്ന് തോന്നിയാലും ദൈവത്തിന് പുനരുദ്ധരിക്കുവാൻ കഴിയാത്ത തകർച്ചകളുണ്ടോ പ്രിയമുള്ളവരെ? മെക്സിക്കോയിലും ക്യൂബയിലും ഇപ്പോൾ ഇറാഖിലുമൊക്കെ സഭ നിശേഷം ഇല്ലാതായിരുന്നു. മെക്സിക്കോയിലും ക്യൂബയിലും ഇറാഖിലുമൊക്കെ സഭ നിശേഷം ഇല്ലാതായിരുന്നു. വിയറ്റ്നാമിലും റഷ്യയിലുമെല്ലാം സഭ തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം സഭ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നാളുകളിൽ സഭ എന്തുമാത്രം അടിച്ചമർത്തപ്പെടുകയുണ്ടായി. ആൽബിജൻസിന്റെ പാഷണ്ഡത വളർന്ന് യൂറോപ്പിൽ ഇനി കത്തോലിക്ക സഭയ്ക്ക് ഭാവിയില്ല എന്ന് അനേകം പ്രവചിച്ചിരുന്നു. സഭയുടെ ശത്രുക്കളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായപ്പോൾ ചരിത്രത്തെ നയിക്കുന്ന കർത്താവിന്റെ സഭ വർദ്ധിത ശോഭയോടെ ഉയിർപ്പ് നേടി. കാരണം സഭ മാനുഷിക സംവിധാനമല്ല, അതിൻ്റെ അടിസ്ഥാനം ദൈവമാണ്, ദൈവമാണ്, ദൈവമാണ്. മാനുഷികമായ എല്ലാ കുറവുകൾക്കും ജീർണതകൾക്കും ഉപരിയായി അതിനെ നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും പ്രവർത്തന സജ്ജമാണ്. അതിനാൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന എല്ലാ പരിമിതികൾക്കും ജീർണതകൾക്കും അപ്പുറത്തേക്ക് സഭയ്ക്ക് മഹത്വപൂർണമായ ഒരു ഭാവിയുണ്ടെന്ന് നാം പ്രതീക്ഷിക്കണം, പ്രത്യാശിക്കണം. ആ മഹത്വത്തിലേക്കുള്ള ഈറ്റുനോവിൻ്റെ വേദന മാത്രമാണ് ഇപ്പോഴുള്ള നൊമ്പരങ്ങൾ. വിശുദ്ധരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുമായ മനുഷ്യ ധാരാളമായി കാലഘട്ടത്തിൽ ഉണ്ടാകണം. കാരണം വിശുദ്ധർക്ക് മാത്രമേ ഇനിയും ഈ ലോകത്തെ ചലിപ്പിക്കുവാൻ സാധിക്കൂ. അന്ധകാരം നിറഞ്ഞ നാളുകളിൽ ഒരു ഫ്രാൻസിസ് അസീസിയിലൂടെ സഭയും ലോകത്തെയും ചലിപ്പിക്കുവാൻ കർത്താവിന് സാധിച്ചു. വിശുദ്ധ ഡൊമിനിക്കിനും വിശുദ്ധ അന്തോണീസും ദൈവകരങ്ങളിൽ ഉപകരണമായി മാറിയപ്പോൾ സഭയുടെ ഭാവി മാറ്റിമറിക്കപ്പെട്ടു. അതേ, ദൈവത്തിനെല്ലാം നിസ്സാരം. അവിടത്തോട് പൂർണ്ണമായി വിധേയപ്പെടുന്ന ആത്മാക്കളിലൂടെ അവിടുന്ന് തുടർന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് 2025 പ്രത്യാശയോടെ കാത്തിരിക്കേണ്ട ഒരു വർഷമാണ്. സഭയെ സ്നേഹിക്കുന്നവർ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഒഴിവാക്കി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുക. ഈ സഭയിൽ ധാരാളം വിശുദ്ധർ ആത്മാവിന്റെ ശക്തിയാൽ ഉദയം ചെയ്യട്ടെ. അതിനായി നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തീനി. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തീനി. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. അമ്മേ 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 സഭയാം അമ്മേ, നീ നിന്ധനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാം അമ്മേ, നീ നിന്ധനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാള എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാം അമ്മേ, നീ നിന്ധനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു.